Hello, good morning, dear students. Today we are discussing about the methods of maintaining capital account of partners. പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിൻ്റെ അകത്ത് പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, ഓണേഴ്സിൻ്റെ അക്കൗണ്ടുകൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ട്, അവർ പാർട്ട്നേഴ്സ് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തു, പാർട്ട്നേഴ്സിന് ഈ വർഷം പ്രോഫിറ്റ് ഉണ്ടോ, പാർട്ട്നേഴ്സിന് സാലറി കൊടുക്കുന്നുണ്ടോ, പാർട്ട്നേഴ്സിന് കമ്മീഷൻ ഉണ്ടോ, പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്തിട്ടുണ്ടോ, വിഡ്രോ ചെയ്തതിന് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണോ, ഇനി ബാക്കി വരുന്ന പാർട്ട്നേഴ്സിന് എത്ര രൂപയാണ് ഫേം കൊടുക്കാനുള്ളത്. ഇതൊക്കെ ഒരു പാർട്ട്നേഴ്സിൻ്റെ, ഇപ്പം 2 പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം, എയും ബിയും, 2 ആൾ കൂട്ടിയിട്ടാണ് ബിസിനസ് സ്ഥാപനം തുടങ്ങിയത്. അപ്പോൾ എ എന്ന് പറയുന്ന പാർട്ട്നേഴ്സ് എത്ര രൂപ കൊണ്ടുവന്നിട്ടുണ്ട്, ഈ എ എന്ന് പറയുന്ന പാർട്ട്നേഴ്സിന് സാലറി ഉണ്ടെങ്കിൽ അത്, എ എന്ന് പറയുന്ന പാർട്ട്നേഴ്സിന് കമ്മീഷൻ ഉണ്ടെങ്കിൽ അത്, എ എന്ന് പറയുന്ന പാർട്ട്നേഴ്സിന് ഈ വർഷം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത്, ഇനി എ എന്ന് പറയുന്ന പാർട്ട്നേഴ്സ് ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ടാവും. അതും കഴിച്ച് ബാക്കി ഇനി എത്ര എൻ്റെ അക്കൗണ്ടിലുണ്ട്, അതേപോലെ തന്നെ ബിൻ്റെതും, ഇനി സി എന്ന് പറയുന്ന വേറെ പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അവരുടേതും. ഇങ്ങനെ ഓരോ പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഓരോ പാർട്ട്നേഴ്സിന് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അവർക്ക് എത്ര രൂപ കൊടുക്കാനുണ്ടെന്ന് നോക്കുന്ന അക്കൗണ്ടാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നോക്കാം, 2 രീതിയിലുള്ള പാർട്ട്നേഴ്സ് അക്കൗണ്ട്. ദർ ആർ 2 മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് പാർട്ട്നേഴ്സ്, ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഏകദേശം രണ്ടും ഒരേ രീതിയിൽ തന്നെയാണ്, 2 മെത്തേഡ് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡിൻ്റെ അകത്ത് 2 അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യും, അത് മാത്രമേ അതിൻ്റെ ഡിഫറൻസ് ഉള്ളൂ. ഒന്ന് ഫിക്സ്ഡ് ക്യാപിറ്റലും മറ്റൊന്ന് കറണ്ട് ക്യാപിറ്റലും. ഇങ്ങനെ 2 അക്കൗണ്ടുകൾ ഫിക്സ്ഡ് ക്യാപിറ്റലിൻ്റെ അകത്ത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് ക്യാപിറ്റൽ, 2 അക്കൗണ്ടുകൾ അവിടെ പ്രിപ്പയർ ചെയ്യും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഒറ്റൊരു അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യുള്ളൂ. ഓണർ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടും അവരുടെ ബാലൻസ് മാത്രം കാണിക്കുന്ന ഒരു അക്കൗണ്ടും, പിന്നെ ഓരോ വർഷം ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാണിക്കുന്ന വേറൊരു കറണ്ട് അക്കൗണ്ടും, അത് രണ്ടുമാണ് ഫിക്സ്ഡ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ അകത്ത് കാണിക്കാം. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൻ്റെ അകത്ത് എല്ലാം ഒരു അക്കൗണ്ട് കാണിക്കാം. ആദ്യം കൊണ്ടുവന്ന ക്യാപിറ്റൽ, വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, സാലറി ഉണ്ടെങ്കിൽ അത്, എല്ലാം കൂടി കാണിക്കുന്ന ക്യാപിറ്റലാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. Under fixed capital method, 2 accounts are prepared for each partner, partners capital account, partners current account. അത് ഒരു ഫിക്സഡിൻ്റെ അകത്ത് 2 അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യും. അതിൽ ആദ്യം ഓപ്പണിംഗ് കൊണ്ടുവന്ന ക്യാപിറ്റലും പിന്നെ ലാസ്റ്റ് വരുന്ന ഒരു ക്ലോസിംഗ് വരുന്ന ഒരു ക്യാപിറ്റലും. ഇതാണ് സാധാരണഗതിയിൽ ഒരു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ അകത്ത് ഉണ്ടാകും. നോക്കാം, ഒരു സാധാരണഗതിയിലുള്ള ഒരു പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ടാണ്. കറണ്ട് അക്കൗണ്ടിൻ്റെ അകത്തുള്ള ഒരു ഫോർമാറ്റാണിത്. കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഉണ്ടെങ്കിൽ അത് ആദ്യം എടുത്ത് എഴുതും. കഴിഞ്ഞ വർഷത്തെ കറണ്ട് അക്കൗണ്ടിൻ്റെ അകത്തുള്ള ബാലൻസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, ആ വർഷത്തെ പ്രോഫിറ്റ്, അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് കിട്ടും, ടോട്ടൽ എമൗണ്ട് കിട്ടും. ആ ടോട്ടൽ എമൗണ്ടിൻ്റെ അകത്ത് ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും, ലോസ് ഉണ്ടെങ്കിൽ മാത്രം ലെസ് ചെയ്യും, ബാലൻസ് എമൗണ്ട് ഉണ്ടാവും. ഇതാണ് അടുത്ത വർഷം എന്ത് ചെയ്യുക, കറണ്ട് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരിക. ഇതാണ് ഒരു കറണ്ട് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. ഇനി ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. അണ്ടർ ദ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഓൺലി 1 അക്കൗണ്ട് ഫോർ ഈച്ച് പാർട്ട്നേഴ്സ് ഈസ് മെയിൻറ്റൈൻഡ്. ക്യാപിറ്റൽ അക്കൗണ്ട് അണ്ടർ ദിസ് മെത്തേഡ് ദ ക്യാപിറ്റൽ ഓഫ് പാർട്ട്നേഴ്സ് വിൽ ഫ്ലക്ച്വേറ്റ് ഫ്രം ടൈം ടു ടൈം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇതിൻ്റെ എമൗണ്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, ഫ്ലക്ച്വേറ്റ് ചെയ്യും. ഇതാണ് നിങ്ങൾ നോക്കേണ്ട ഒരു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ശരിയായ ഒരു ഫോർമാറ്റാണ്. ഇത് ശരിക്കും പഠിച്ചേക്കുക.
പാർട്ട്നേഴ്സ് ഓപ്പണിംഗ് കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ബാലൻസ്, അതാണ് ഫസ്റ്റിൽ. അത് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ഇത് ഡെബിറ്റ് സൈഡാണ്, ഇത് ക്രെഡിറ്റ് സൈഡാണ്. സാധാരണ നമുക്കറിയാം ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് എഴുതുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് കൂടുകയും ഡെബിറ്റ് സൈഡിലാണ് എമൗണ്ട് എഴുതെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് കുറയുകയും ചെയ്യാം. അപ്പോൾ ഈ സൈഡിൽ ഇത് ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്ന കാര്യങ്ങളൊക്കെ ക്യാപിറ്റൽ അക്കൗണ്ട് കൂടാനുള്ള കാരണമാണ്. ഇത് ഡെബിറ്റ് സൈഡിൽ എഴുതുന്നത് ഒക്കെ എന്താണ്, കുറയാനുള്ള കാരണമാണ്. ഇവിടെ എഴുതുന്നത് കുറയാനുള്ളതും ഇവിടെ എഴുതുന്നത് കൂടാനുള്ളതും. നോക്കാം. ഒരു ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ അകത്ത് ഓണർ ആദ്യം അല്ലെങ്കിൽ എയും ബിയും രണ്ടാളുണ്ടെന്ന് വിചാരിക്കാം. രണ്ട് ഓണറുണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്. നമ്മൾ എൻ്റെ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന പാർട്ട്ണർ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അതാദ്യം എടുത്തെഴുതും ക്രെഡിറ്റ് സൈഡിൽ. ഇനി ഈ എ എന്ന് പറയുന്ന പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ടുകൾ കൂടുന്നുണ്ടെങ്കിൽ, പാർട്ട്നേഴ്സ് അക്കൗണ്ട് കൂടുന്നുണ്ടെങ്കിൽ അതൊക്കെ ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. ഇപ്പോൾ കൊണ്ടുവന്ന ക്യാപിറ്റൽ ഇനി അഡീഷണലായിട്ട് വീണ്ടും ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതും എടുത്ത് എഴുതാം. എമൗണ്ട് ഇൻട്രൊഡ്യൂസ് അഡീഷണലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം കൊണ്ടുവന്ന ക്യാപിറ്റൽ വീണ്ടും കൊണ്ടുവന്ന ക്യാപിറ്റൽ, അപ്പോൾ ക്യാപിറ്റൽ കൂടും. ഇനി ഈ എന്ന് പറയുന്ന പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കൊണ്ടുവന്നത് 50,000, 50,000 6% ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇയാളുടെ അക്കൗണ്ട് എന്ത് ചെയ്യും, വീണ്ടും കൂടും. അപ്പം വീണ്ടും എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. ഇനി എന്ന് പറയുന്ന പാർട്ട്നേഴ്സിന് സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ അതും, കമ്മീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത്, ഈ വർഷത്തെ പ്രോഫിറ്റ്, അങ്ങനെയാണ് ടോട്ടൽ എമൗണ്ട് കിട്ടുക. ഇതൊക്കെ ക്യാപിറ്റൽ അക്കൗണ്ട് കൂടാനുള്ള കാരണങ്ങളാണ്. ആദ്യമായിട്ട് കൊണ്ടുവന്നു, വീണ്ടും ക്യാഷ് കൊണ്ടുവന്നു, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വീണ്ടും അക്കൗണ്ട് കൂടി, സാലറി കിട്ടിയ അക്കൗണ്ട് കൂടി, കമ്മീഷൻ കിട്ടിയ അക്കൗണ്ട് കൂടി, ഈ വർഷത്തെ പ്രോഫിറ്റ്, അങ്ങനെ ടോട്ടൽ എമൗണ്ട് കിട്ടും. ഇനി കുറയാനുള്ള കാരണങ്ങളൊക്കെ ഡെബിറ്റ് സൈഡിൽ എഴുതും. ഇത് ഡെബിറ്റും ഇത് ക്രെഡിറ്റും അല്ലേ. വിഡ്രോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇവിടുന്ന് കുറയും. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇവിടുന്ന് കുറയും. ലോസ് ആണെങ്കിൽ ഏതെങ്കിലും ഒന്നേ വരുള്ളൂ, ഒന്നില്ലേ പ്രോഫിറ്റ് അല്ലേ ലോസ് ആണെങ്കിൽ എമൗണ്ട് കുറയും. എന്നിട്ട് ബാക്കി വരുന്ന എമൗണ്ടാണ് ഇയാളുടെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. ബാലൻസ് ക്യാരിഡ് ഓൺ. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക, ടോട്ടൽ ഇവിടെ എഴുതി, ആ എമൗണ്ട് ഇവിടെ തന്നെ എഴുതി, ഈ എമൗണ്ടിൽ നിന്ന് ഈ എമൗണ്ട് കുറക്കുക, അപ്പം ബാലൻസ് കിട്ടും. ഇതൊക്കെ ക്യാപിറ്റൽ അക്കൗണ്ട് കൂടാനുള്ളതാണ്, ഇത് കുറയാൻ. അപ്പോൾ ഇതിൻ്റെ അന്ന് ഇതെന്ത് ചെയ്യുക, ഈ എമൗണ്ട് ലെസ് ചെയ്യാം, കുറച്ചാൽ ഈ എമൗണ്ട് കിട്ടും. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. റിയ ആൻഡ് റിൻഷ ആർ പാർട്ട്നേഴ്സ് ഓഫ് എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 2:1. നോക്കാം. റിയയും രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട്, റിയയും റിൻഷയാണ്. ദർ ക്യാപിറ്റൽ വേർ 90,000 and 60,000. അപ്പോൾ അവർ കൊണ്ടുവന്ന ക്യാപിറ്റലാണ് 90,000 60,000. അറിയാലോ, ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതണം. പ്രോഫിറ്റ് 45,000. അപ്പോൾ 2:1 പ്രകാരം എന്ത് ചെയ്യണം, അത് ഡിവൈഡ് ചെയ്യണം. എങ്ങനെ ചെയ്യാം, 45,000 ഇൻറ്റു എത്ര വരും, റിയക്ക് എത്ര ഉണ്ടാവും, 2/3 ഉണ്ടാവും അല്ലേ. റിഷക്ക് എത്ര ഉണ്ടാവും, 45,000 ഇൻറ്റു 1/3 ഉണ്ടാവും. ഇപ്പോൾ രണ്ടാളുടെ പ്രോഫിറ്റും കിട്ടും. ഇനി നോക്കാം. അക്കോർഡിംഗ് ടു ദ പാർട്ണർ അലൗഡ് സാലറി 700 പെർ മന്ത്. 700 പെർ മന്ത്. അപ്പോൾ 700 എന്ത് ചെയ്യണം, 12 കൊണ്ട് ഇൻറ്റു ചെയ്താൽ സാലറി കിട്ടും. ആരത്, റിയേൻ്റെതാണ് സാലറി 700 പെർ മന്ത്. ഇനി റിഷയുടെ സാലറി എത്രയാണ്, 500 ടു മന്ത്. അപ്പോൾ 500 ഇൻറ്റു 12, അപ്പോൾ റിഷേൻ്റെ സാലറിയും കിട്ടും. ഇൻട്രസ്റ്റ് അലൗഡ് ഓൺ ക്യാപിറ്റൽ 5% പറയണം. 5% ഏതിൻ്റെ 5%, 90,000 5%, 60,000 5%. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടും. ഇതൊക്കെ ക്യാപിറ്റൽ അക്കൗണ്ട് കൂടാനുള്ളതാണ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം.
ഇത് ഡ്രോയിങ്സ് ഉണ്ട്. ഡ്രോയിങ്സ് 8500, 6500. അപ്പോൾ അത് ഡെബിറ്റ് സൈഡിലാണ് ഇത്. കാരണം ക്യാപിറ്റൽ അക്കൗണ്ട് കുറയും, അവർ വിഡ്രോ ചെയ്യുന്നതാണ്. റിഷയും വിഡ്രോ ചെയ്യുമ്പോൾ അവരുടെ അക്കൗണ്ടിൽ നിന്ന് കുറയണം. അപ്പം ഡെബിറ്റ് സൈഡിൽ എഴുതണം 8500 6500. അതിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ട് 5%. അപ്പോൾ ആ 5% എന്ത് ചെയ്യണം, അതും ഡെബിറ്റ് സൈഡിൽ എഴുതണം. എത്രയാണ് അത് വരിക? 8500 ഇൻറ്റു 5/100. ഇവിടെയും അത് വരും 6500ൻ്റെ 5%. Prepare partners capital account. Assume the capital account after fluctuating capital മെത്തേഡ് പ്രകാരമാണ് ചെയ്യേണ്ടത്. നോക്കാം. ആദ്യം എന്ത് ചെയ്തു? അവരുടെ ക്യാപിറ്റൽ എടുത്ത് എഴുതി. 90,000 60,000 ക്യാപിറ്റൽ എടുത്ത് എഴുതി. അവരുടെ സാലറി എടുത്ത് എഴുതി. 8,000 അവരുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എടുത്ത് എഴുതി. ആ വർഷത്തെ പ്രോഫിറ്റും കാൽക്കുലേറ്റ് ചെയ്തു. ഇപ്പോൾ ടോട്ടൽ എമൗണ്ട് കിട്ടി. രണ്ടാളുടെയും ടോട്ടൽ എമൗണ്ട് കിട്ടി. അവരുടെ ഡ്രോയിങ്സ് എടുത്ത് എഴുതി. ആ ഡ്രോയിങ്സിൽ ഇൻട്രസ്റ്റ് എടുത്ത് എഴുതി. ഈ എമൗണ്ടിൽ നിന്ന് ഈ രണ്ട് എമൗണ്ടും ഈ എമൗണ്ടിൽ നിന്ന് ഈ രണ്ട് എമൗണ്ടും കുറക്കുമ്പോൾ എന്ത് കിട്ടും? 8,000 കിട്ടും. ഈ എമൗണ്ടിൽ നിന്ന് ഈ എമൗണ്ട് കുറക്കുമ്പോൾ എന്ത് കിട്ടും? ഈ എമൗണ്ടിൽ നിന്ന് ഈ എമൗണ്ട് നോട്ട് നോക്കാം. റിയേൻ്റെതാണ്. റിയാൻ്റെ ടോട്ടൽ 1,32,900. അതിൻ്റെ അന്ന് ഏത് കുറക്കുക? ഈ രണ്ട് എമൗണ്ട് കൊടുക്കും. ഇതാണ് റിയാൻ്റെ അക്കൗണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബാലൻസ് എമൗണ്ട് കിട്ടും. അതേപോലെ റിഷേൻ്റെ ടോട്ടൽ എമൗണ്ട്, ആ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് ഈ രണ്ട് എമൗണ്ടും കുറച്ചാൽ നിങ്ങൾക്ക് ഈ ബാലൻസ് കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.